അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മക്കളെ സ്കൂളിൽ വിടേണ്ട തിരക്കിലാണ്. അപ്പോൾ ഇന്ന് ചീരത്തോരൻ കൊടുത്തയക്കാമെന്ന് കരുതി ഞാൻ ചീരയൊക്കെ ഒന്ന് കഴുകിയിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീരത്തോരൻ മോന് ഇഷ്ടമല്ല, മക്കൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണ് കേട്ടോ. രണ്ട് പെമ്പിള്ളേരും കഴിക്കും, മോൻ കഴിക്കില്ല കേട്ടോ. അവന് മെഴുക്ക് വരട്ടിയാണ് ഇഷ്ടം. അപ്പോൾ മെഴുക്ക് വരട്ടിക്കുള്ളതൊന്നും വീട്ടിലിരിപ്പില്ലായിരുന്നേ. അപ്പോൾ ഞാൻ ചീരത്തോരൻ തന്നെ വയ്ക്കാമെന്ന് കരുതി ചീരയൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് തോരനാക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചു. അപ്പോൾ കടുക് പൊട്ടിച്ച് ചീരയൊക്കെ തട്ടി കൊടുത്തു. പിന്നെ അരപ്പും കൂടെ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് പിന്നെ അടച്ചു വെച്ച് കേട്ടോ വേകാൻ വേണ്ടിയിട്ട്. തോരൻ വെച്ചെങ്കിലും എനിക്കൊരു വിഷമമായിരുന്നു കേട്ടോ. അപ്പോൾ മോനിന്ന് ഉച്ചയ്ക്ക് അവൻ കഴിക്കില്ലല്ലോ തോരൻ, അങ്ങനെ മീൻ മാത്രമല്ലേ ഉള്ളൂ എന്നുകൊണ്ട് ഒരു വിഷമമായിരുന്നു. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇന്നലെ ഞാൻ പറമ്പിൽ വന്നപ്പോൾ 2-3 വഴുതനങ്ങ ഒന്ന് മൂത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എന്നോ നട്ടതാണ്. അപ്പോൾ അതിൽ കാച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ. മാത്രമല്ല അത് കാണാൻ നല്ല ഭംഗിയായിരുന്നേ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലതുപോലെ ഒന്നും മൂത്തിട്ടില്ലായിരുന്നു, എന്നാലും അത്യാവശ്യത്തിന് മൂത്തിട്ടുള്ളതൊക്കെ ഞാനൊന്ന് അടർത്തിയെടുത്ത് കേട്ടോ. ഒരു കുഞ്ഞ് തൈയാണ്, അതിൽ നമുക്ക് ഒരു 4-5 എണ്ണം കിട്ടിയതിൽ തന്നെ ഭയങ്കര സന്തോഷം. അങ്ങനെ ഞാൻ എല്ലാ വഴുതനങ്ങ ഒന്ന് അടർത്തിയെടുത്തു. എന്നിട്ട് അതൊന്ന് മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ആവശ്യത്തിനുള്ള വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെമ്പിള്ളേർ ചീരത്തോരൻ കഴിക്കുന്നത് കൊണ്ട് അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ മോന് ഈ ഒരു വഴുതനങ്ങ തോരൻ വെച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് മെഴുക്ക് വരട്ടാൻ വേണ്ടി അടുപ്പത്തോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും അടുപ്പത്തോട്ട് വെച്ചിട്ടേ പിന്നെ ഞാൻ മീൻ കഴുകാനാണ് നിന്നത്. അപ്പോൾ കൊഞ്ച് മീനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ചിക്കൻ കഴിഞ്ഞാൽ പിന്നെ കൊഞ്ച് മീനിൻ്റെ കൂടെയാണ് പ്രിയം കേട്ടോ. അപ്പോൾ കാണുമ്പോഴൊക്കെ ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇന്നലെ ഏട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കൊഞ്ച് മീൻ ഞാൻ കഴുകാൻ നിന്നു. ഇത്തിരി വലിയ കൊഞ്ചായതുകൊണ്ട് വേഗം തന്നെ കഴുകാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ അതും വേഗം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൊഞ്ചൊക്കെ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അരപ്പൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുൻപ് ഞാനിതുവരെ ഒരു കൊഞ്ചിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ, ഇത് കൊഞ്ചല്ല ചെമ്മീനാണെന്ന്. അപ്പോൾ നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് ഇതിന് ചെമ്മീനെന്നും കൊഞ്ചെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.